ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മുഖത്ത് എന്താ പുള്ളി കുത്തിയിട്ട് വന്നിരിക്കുന്നതെന്ന് ഓർക്കൂല്ലേ? അപ്പം ഇന്ന് നമ്മൾക്കൊരു നല്ലൊരു എക്സർസൈസ് നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് മുഖത്തെ ചുളിവുകളൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് വേഗം പ്രായമായെന്ന് തോന്നുന്നത്. അപ്പോൾ അതിനെ ഒരു തടയിടാനായിട്ട് നമ്മുടെ മുഖത്ത് ഈ 6 പോയിൻ്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ചിന്ന്, പിന്നെ ഈ ചുണ്ടിൻ്റെ ഇവിടം, മൂക്കിൻ്റെ ഇവിടം, കണ്ണിൻ്റെ ഇവിടം, പിന്നെ പുരിയത്തിന് മുകളിൽ നെറ്റി. ഇത്രയും ഈ 6 സ്ഥലങ്ങളിൽ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ലൈൻസിനെയൊക്കെ ഒരു ചെറിയ തടയിടാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറ്റാനായിട്ടൊന്നും സാധിക്കത്തില്ല. 6 സ്ഥലത്തിലെ ഒരു മിനിറ്റ് നേരത്തെ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി. രാവിലെയും വൈകിട്ട് നമ്മൾ രാവിലെ മുഖമൊക്കെ കഴുകിയിട്ടേ ചില ക്രീമൊക്കെ തേക്കാനായിട്ട് വരുമ്പോൾ അന്നേരം ചില എക്സർസൈസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സർസൈസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ട് ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഇതുപോലത്തെ വെരി വാല്യുബിൾ ആയിട്ടുള്ള എക്സർസൈസുകളൊക്കെ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. കാരണം ഒത്തിരി പേരൊക്കെ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസിന്റെ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവരെൻ്റെ മുഴുവൻ വീഡിയോസും കാണാത്തതുകൊണ്ടാണ് അങ്ങനെ വന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ ചെറിയ ടിപ്പുകളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അന്നേരം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പിന്നെയും ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോസ് പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്താൽ എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാവുന്നേ. നമ്മുടെ ഈ വാർദ്ധക്യകാലം നമ്മൾ അയ്യോ ചുളിവ് വീണേ, അല്ലെങ്കിൽ അയ്യോ എന്നെ കാണാൻ കൊള്ളത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് സമയം ചെലവഴിക്കേണ്ട കാലമല്ല. നമ്മൾക്ക് കുറച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഊർജ്ജസ്വലതയും ആ ഒരു ഗ്രേസ്ഫുൾ ലുക്കും ഒക്കെ നമ്മൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. മോർ ഓവർ ഇതൊരു സെൽഫ് കെയർ ആണ്. നമ്മൾ സെൽഫ് ലവ് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്, ഒരു പോസിറ്റിവിറ്റി ലഭിക്കുവാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരു 2 ആഴ്ച നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പറയണം. ആദ്യമായിട്ട് നിങ്ങളൊരു സെൽഫി എടുത്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് വേണം 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെൽഫി എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒന്നും അല്ലെങ്കിലും, കാരണം നമുക്ക് ഒത്തിരി ലാഫ് ലൈൻസും വന്ന് നമുക്ക് ഒരുപാട് പ്രായമായി തൊലിയൊക്കെ നല്ലപോലെ റിങ്കിൾസ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലോട്ടൊക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു പ്രായമാകുന്നതിന് മുമ്പ് ഒരു 40 വയസ്സിലെങ്കിലും തൊട്ട് നമ്മൾ കുറച്ച് ഫേസ് യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാർദ്ധക്യം കൊണ്ടുണ്ടാകുന്ന ഈ ഫിസിയോളജിക്കൽ ചേഞ്ചസിനെയൊക്കെ കുറച്ചൊന്ന് പുറകോട്ട് വലിക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് പ്രായമാകാതെ ഒരു ഗ്രേസ്ഫുള്ളി പ്രായമാകാനായിട്ട് സാധിക്കും. അല്ലാതെ കംപ്ലീറ്റ് ഒന്നും മാറ്റാനായിട്ട് ആർക്കും പറ്റത്തില്ല. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയെങ്കിൽ നമുക്ക് ബോട്ടോക്സും വേണ്ട, സർജറിയും വേണ്ട, ഒന്നും ചെയ്യാതെ നമ്മുടെ ഒരു ചെറിയ പേഴ്സണൽ കെയർ കൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ മാറ്റം സംഭവിക്കുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് സന്തോഷം തന്നെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. നമുക്ക് സെൽഫ് ലവ് വേണം, സെൽഫ് കെയർ വേണം. അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ആദ്യമായിട്ട് നമ്മുടെ ഈ ചിന്നിൻ്റെ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇച്ചിരി ഒരു ക്രീം വെച്ചിരിക്കുകയാണ്. കാരണം നമുക്കൊന്ന് ചെയ്യാൻ കൈതേ ഇങ്ങനെ പിടിച്ചിട്ട്, വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചെവിയുടെ ഇങ്ങോട്ട് വരണം. ഇതിങ്ങനെ 10 പ്രാവശ്യം ചെയ്യണം. വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. പിന്നെ നമുക്കുണ്ടാകുന്നതാണ് ഈ ചുണ്ടിൻ്റെ ഇവിടം ഇങ്ങനെ ഇച്ചിരി കീഴോട്ട് ഇങ്ങനെ ഡ്രൂപ്പ് ആവുന്നത് അല്ലേ. അപ്പം അത് ഇങ്ങനെ മുകളിലോട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രസന്നത തോന്നും, ഒരു പ്രായം കുറവ് തോന്നും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2 ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് ഈ മൂക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത്, കാരണം ലാഫ് ലൈൻ ഇങ്ങനെയല്ലേ വരുന്നത്, ലാഫ് ലൈൻ. അപ്പോൾ ആ ലാഫ് ലൈനിനെ കുറയ്ക്കാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ചീക്സ് ബോണിൽ കൂടെ ഇങ്ങനെ വരണം. അതും 10 പ്രാവശ്യം.
നമ്മുടെ ചീക്ക് ബോണിന്റെ മുകളിൽ കൂടെയാണ് പോകേണ്ടത് കേട്ടോ. അതൊരു 10 പ്രാവശ്യം ചെയ്യണം. ഇനിയും വേണ്ടത് കണ്ണിൻ്റെത് ഈ കോർണറിന്റെ അവിടെ നിന്ന് ചീക്സ് ബോണിന്റെ മുകളിൽ കൂടെ. ഇനി നമ്മുടെ പിരിയത്തിന്റെ മുകളിൽ 2 സ്പോട്ടില്ലേ, അത് ഇങ്ങനെ പിരിയത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ. ഇനി നമ്മുടെ നെറ്റിയുടെ ആ ഭാഗമാണ്. നെറ്റിയുടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 2 സൈഡിലോട്ടും 10 പ്രാവശ്യം. അതിനിപ്പം ഇങ്ങനെ മുകളിലോട്ടും വെക്കാം, 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അത് തന്നെ ഇപ്പം ഇവിടെയും ചെയ്യും. 10 പ്രാവശ്യം ചെയ്യണം. പിന്നെയുണ്ട് നമ്മളിവിടെ വെച്ചിട്ട് 10 പ്രാവശ്യം ഇവിടുത്തെ ചുളിവുകൾ മാറ്റാനായിട്ട് ചെയ്താലും നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ മുഖത്തെ 6 പോയിന്റ്സ് നമ്മൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് ഇച്ചിരി യോഗ ചെയ്ത് കഴിഞ്ഞെന്നാൽ ആ ചുളിവുകളൊക്കെ വരുന്നതിനും ഈ ലാഫ് ലൈൻസ് ഒക്കെ കുറയ്ക്കാനായിട്ടും വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് നോക്കണേ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി വരുമ്പോഴേ ഈ ഇച്ചിരി ക്രീമൊക്കെ തേക്കുവരെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഇച്ചിരി ക്രീം തേച്ചിട്ട് വേണം നമ്മൾ എക്സർസൈസ് എന്നതിലും മസാജ് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ക്രീം വെച്ചിട്ട് വേണം തേക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അടുത്തതായിട്ട് ഡബിൾ ചിൻ എല്ലാം പോകാനായിട്ടുള്ളതിൻ്റെ ഒരു എക്സർസൈസ്, ഒരു അടിപൊളി എക്സർസൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.